ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. യാത്ര എന്ന് പറയുന്ന ഒരു വനത്തിൻ്റെ ഉള്ളിൽ, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ഒരു ഉന്നതി. ആ ഉന്നതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങളും വായോ. കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ പോകണം എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞു കേട്ട സ്ഥലത്തെക്കുറിച്ച് ഉള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാനും ഇന്നാണ് പോകുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര ഉഷാറാക്കിയിട്ട് വരാം. അപ്പം ഞാനെപ്പോഴും സ്കിൻ കെയറിനും മേക്കപ്പിനൊക്കെ ഇരിക്കുമ്പം എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് ഒരാളുണ്ടാവും. എൻ്റെ കുട്ടി കുട്ടി ഷോർട്സൊക്കെ കാണുന്നവർക്ക് അറിയാം അതാരാണെന്ന്. എൻ്റെ പിക്കുനെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ നേരെ മേലോട്ട് നോക്കോ. ഈ കണ്ണാടിയുടെ നേരെ മേലെ ഉണ്ടാവും അവൻ. ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുമായിരിക്കും. അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും അവൻ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോകാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. വീട്ടിൽ നിന്ന് ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളുണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങളൊരു 7-8 പേരോളാണ് പോകുന്നത്. അതിനുള്ള പൊതിച്ചോറ് കെട്ടുകയാണ്. അപ്പോൾ പൊതിച്ചോറ് ഇങ്ങനെ കെട്ടുന്നത് നോക്കിയിരിക്കുവാണ് പിക്കു. ഇതെന്താടാ അവിടെ ആദ്യമായിട്ടുള്ളൊരു പരിപാടിയൊക്കെ നോക്കിയിട്ട് അവനിങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പൊതിച്ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ചെതലയത്തെത്തും. ചെതലയത്തെത്തി അവിടുന്ന് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ പ്രത്യേകമായിട്ടൊരു ജീപ്പുണ്ട്. ആ ജീപ്പിലാണ് നമ്മൾ ഉന്നതിയിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന ഉന്നതിയുടെ പേരാണ് കുറിച്യാട്. ഞാനത് ഇതുവരെ പറയാൻ വിട്ടുപോയി. കുറിച്യാട് ഉന്നതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും നമ്മളെ യാത്ര ചെയ്യിക്കാൻ ഒരാളിങ്ങനെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവനറിയാം എവിടെയോ പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെയാണിത്. പിന്നെ അമ്മ പറഞ്ഞു ഞാൻ അവനെ കയറ്റിക്കൊള്ളാം, നിങ്ങൾ പൊക്കോ, ഞാൻ അകത്തോട്ട് കയറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ വൈകുന്നേരം വന്നപ്പോഴാണ് അറിയുന്നത് അവൻ അമ്മേനെ ഏകദേശം ഒരു 11:30 വരെ ഇട്ട് വട്ടം ചുറ്റിച്ചു എന്നുള്ളത്. ഞങ്ങളൊരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ 10:15 ചെതലയത്ത് എത്തണമല്ലോ. ചെതലയത്ത് എത്തിയിട്ട് ഞങ്ങൾ കുറേ നേരം പോസ്റ്റായി. കൂടെയുള്ളവർ വരാൻ കുറച്ച് വൈകി. കൂടാണ്ട് തന്നെ ജീപ്പുകാരൻ ഉറങ്ങിപ്പോവുകയോ എന്തോ ചെയ്തു. അപ്പോൾ ജീപ്പും വരാൻ കുറച്ച് വൈകി. ഞങ്ങൾ വളരെ ലേറ്റായി. ഏകദേശം ഒരു 11:30-12 മണിയായി ചെതലയത്ത് നിന്ന് ഞങ്ങൾ കുറിച്യാട് ഉന്നതിയിലേക്ക് പോകുമ്പോൾ. അപ്പം പോകുന്ന വഴിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഫോറസ്റ്റിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ എന്താ പറയുക, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ദൂരമുണ്ട് ചെതലയത്തേക്കെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴിയൊക്കെ തെറ്റായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇടയിൽ വെച്ച് കൂടെ പോകുന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത് കൺഫേം ചെയ്ത്. അപ്പോൾ റൂട്ടൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എന്താ പറയുക, ഇത്രയും ലോങ് ഫോറസ്റ്റിലൂടെ പോകണം. ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 കിലോമീറ്റർ എന്തോ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ അത് ഭയങ്കര ലോങ്ങായിട്ട്, ഒന്നാമത് പേടിയുള്ളതുകൊണ്ട് എനിക്കത് ലോങ്ങായിട്ട് തോന്നി. പക്ഷേ നല്ല യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10:15 ആയപ്പോഴത്തേക്കും ചെതലയത്തെത്തി. അവിടെ എത്തി കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നു തുടങ്ങി. അവിടുന്ന് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പിന്നെ വണ്ടിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു. വണ്ടി വരുന്നവരെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കൂടി എന്താ പറയുക, ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാനും പിന്നെ അവിടെ എത്തിയിട്ട് കഴിക്കാനൊക്കെയാണ്. തണ്ണിമത്തൻ, സ്പ്രൈറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നെ പോകുന്ന വഴി ഫുള്ള് യാത്രയാണ്, അല്ല വർത്താനാണ്. പിന്നെ ഇതുകൊണ്ട് ഒരു തരം പ്രത്യേക ഗേറ്റാണ്, മുള്ളൊക്കെ പതിപ്പിച്ച പോലത്തെ ഒരു ഗേറ്റൊക്കെയാണ്. അങ്ങനെ ഒരു അടിപൊളി യാത്ര. അതിനിടയ്ക്ക് വെച്ചാൽ 3 മണിയായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ഈ ഭക്ഷണം കഴിക്കാൻ നല്ല വിശന്ന് ഭക്ഷണം കഴിക്കാനിരുന്നുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭക്ഷണത്തിൻ്റെ തിരക്കിലേക്ക് എല്ലാവരും പെട്ടുപോയി. അങ്ങനെ ഒരുവിധം ഞങ്ങൾ 3 മണി വരെ അവിടേക്ക് ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ചു പോന്നു. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. സെയിം സെറ്റാണ്. സെയിം സെറ്റാ.